ഫാറ്റി ലിവർ റിവേഴ്സിബിൾ ആണോ? ദ ആൻസർ ഇസ് യെസ്, യെസ് ആൻഡ് യെസ്. പക്ഷേ എങ്ങനെ? നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഈയിടെ നടത്തിയ പല റിസർച്ചുകൾ പ്രകാരം ഫാറ്റി ലിവറിന്റെ പ്രധാനപ്പെട്ട കാരണം ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ എങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടാക്കും? നമുക്ക് നോക്കാം. ആൽക്കഹോൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് മെറ്റബോളൈസ് ചെയ്യുക ലിവറിലാണ്. ലിവറിൽ മെറ്റബോളൈസ് ചെയ്യുമ്പോൾ അതൊരു കെമിക്കൽ ഉണ്ടാക്കും. എസിറ്റാൽഡിഹൈഡ് എന്നാണ് കെമിക്കലിന്റെ പേര്. അത് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് മെറ്റബോളിസം തടയുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകൾ നമ്മുടെ ലിവറിലും അടിഞ്ഞുകൂടും. അത് പിന്നീട് ലിവറിൽ നീർക്കെട്ടും. പിന്നീട് അത് ലിവർ കട്ടിപ്പിനും അല്ലെങ്കിൽ സിറോസിസ് എന്ന അസുഖത്തിലേക്കും നമ്മളെ നയിക്കും. ഇത് തടയാൻ നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ: ആൽക്കഹോൾ പൂർണ്ണമായും നിർത്തുക. എക്സസൈസ്. ഫാറ്റി ലിവറിനെ കുറയ്ക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതും മികച്ചതുമായൊരു മാർഗമാണ് എക്സസൈസ്. ദിവസവും കുറഞ്ഞതൊരു 30 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഡയറ്റ്. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞതും ഫൈബർ കൂടിയതുമുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ലിവറിനെയും ഹാർട്ടിനെയും കുടലിനെയും സംരക്ഷിക്കുന്നതാണ്. ഫാസ്റ്റിംഗ്. നമ്മൾ എന്തിനാണ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത്? നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് വളരെയധികം കുറയുന്നു. അപ്പോൾ നമ്മുടെ ബോഡി എനർജി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയ ഫാറ്റിനെയാണ് മെറ്റബോളിസത്തിനായി ഉപയോഗിക്കുക. അതിന്മൂലം നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടിയ ഫാറ്റിന്റെ അളവ് വളരെയധികം കുറയുകയും ചെയ്യും. ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ അറിവ് പ്രയോജനകരമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫാറ്റി ലിവറിനെക്കുറിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കൂ.